കെയ്ൻ വില്യംസൺ ഇല്ല, രജിൻ രവീന്ദ്ര ഇല്ല, ക്യാപ്റ്റൻ മിച്ചൽ സാന്റനറും പേസ് ബോളിംഗിന്റെ കുന്തമനയായ മാറ്റ് ഹെൻറിയുമില്ല. ഏകദിന പരമ്പരക്കായി ഇന്ത്യയിലേക്ക് പറന്നിറങ്ങുമ്പോൾ ന്യൂസിലാൻഡിന് മുന്നിൽ ഒട്ടും അനുകൂലമായിരുന്നില്ല കാര്യങ്ങൾ. സ്പിന്നർ ജെയ്സൺ ലെനോക്സ്, പേസർ ക്രിസ്റ്റ്യൻ ക്ലർക്ക് എന്നിവർ അരങ്ങേറ്റ സീരീസാണ് കളിക്കുന്നത്. കൂടെ ഏതാനും രാജ്യാന്തര മത്സരങ്ങളിൽ മാത്രം ഇറങ്ങിയ സക്കറി ഫോക്സും വിക്കറ്റ് കീപ്പറായി മിച്ചൽ ഹെയും. ഒരുപക്ഷെ ന്യൂസിലാൻഡിൻ്റെ സി ടീം എന്ന് പറഞ്ഞാൽ പോലും അതിശയോക്തിയാകില്ല. ഈ ഒരു ടീമുമായി എത്തി മൈക്കൽ ബേസ്വെല്ലിൻ്റെ നേതൃത്വത്തിൽ കിവീസ് നിര ഇന്ത്യൻ മണ്ണിൽ ചരിത്ര വിജയം കുറിക്കുമ്പോൾ കൂടുതൽ എന്തു പറയാനാണ്. 1988 മുതൽ വൺഡേ കളിക്കാനായി 7 തവണയാണ് ന്യൂസിലാൻഡ് ഇന്ത്യയിലേക്ക് എത്തിയത്. എന്നാൽ എന്നും തോറ്റുമടങ്ങാനായിരുന്നു ന്യൂസിലാൻഡിൻ്റെ വിധി. ദീർഘകാലം ടീമിനെ നയിച്ച സ്റ്റീഫൻ ഫ്ലെമിങ്ങിനും ബ്രണ്ടൻ മക്കല്ലത്തിനും ഡാനിയൽ വെറ്റോറിക്കുമൊന്നും ചരിത്ര വിജയത്തിലേക്ക് ബ്ലാക്ക് ക്യാപ്സിനെ എത്തിക്കാനായില്ല. ഒടുവിൽ കുൽദീപ് യാദവിനെ റണ്ണൌട്ടാക്കി ബ്രേസ്വെല്ലിൻ്റെ സംഘം പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പ് അവസാനിപ്പിക്കുമ്പോൾ ഇൻഡോറിലെ ഹോക്കർ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിസ്സഹായനായി നോക്കി നിൽക്കുന്ന കോഹ്ലിയുടെ ദൃശ്യങ്ങൾ വലിയ സ്ക്രീനിൽ കാണാമായിരുന്നു. 2024 ടോം ലഥാമിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ മണ്ണിൽ ചരിത്ര ടെസ്റ്റ് വിജയം സ്വന്തമാക്കിയതിൻ്റെ മുറിവുണങ്ങും മുമ്പ് കിവീസിൻ്റെ മറ്റൊരു പ്രഹരം. പരമ്പര നഷ്ടമായതോടെ ഗൗതം ഗംഭീറിൻ്റെ പരിശീലക കസേരയ്ക്ക് നേരെ വീണ്ടും ചോദ്യങ്ങൾ ഉയരുകയാണ്. 27 വർഷത്തിനു ശേഷം ശ്രീലങ്കയ്ക്കെതിരെയൊരു ബൈലാറ്ററൽ വൺഡേ പരമ്പര തോറ്റുകൊണ്ടാണ് ഗംഭീർ ഏകദിന പരിശീലകനെന്ന കരിയർ ആരംഭിച്ചത്. പിന്നീടങ്ങോട്ട് ടെസ്റ്റിലും ഏകദിനത്തിലും പല ചരിത്ര തോൽവികളുടെയും ഭാഗമായി. ഇതിനിടെ ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കിയതാണ് ഗംഭീറിൻ്റെ തൊപ്പിയിലെ പൊൻതൂവലായത്. രോഹിത് ശർമ്മയ്ക്ക് പകരം ഏകദിന ക്യാപ്റ്റൻ സ്ഥാനത്ത് അവരോധിക്കപ്പെട്ട ശേഷം ശുഭ്മൻ ഗില്ലിനും കാര്യങ്ങൾ ഒട്ടും പോസിറ്റീവല്ല. ഓസീസിനെതിരെയും ഇപ്പോൾ കിവീസിനെതിരെയും ഏകദിനം അടിയറവ് വെച്ചു. ഇതിനിടെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയെങ്കിലും ക്യാപ്റ്റൻ സ്ഥാനത്തന്ന് KL രാഹുലായിരുന്നു. ഇരു ടീമുകളിലെയും പ്ലേയേഴ്സിൻ്റെ ഏകദിന എക്സ്പീരിയൻസ് പരിശോധിക്കുമ്പോൾ വലിയ ഡിഫറൻസ് അതിൽ വ്യക്തമായി കാണാം. ന്യൂസിലാൻഡിനായി പരമ്പരയിൽ ഇറങ്ങിയ എല്ലാ താരങ്ങളുടെയും ടോട്ടൽ മത്സരം കൂട്ടിയാൽ പോലും അത് 348 മാത്രമാണ്. എന്നാൽ ഇന്ത്യൻ നിരയിലേക്ക് വരുമ്പോൾ 1256 എന്ന വലിയ തോതിൽ അത് ഉയർന്നു നിൽക്കുന്നു. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും രവീന്ദ്ര ജഡേജയും അടക്കമുള്ള പരിചയസമ്പന്നരുടെ നീണ്ട നിര തന്നെയാണ് ആതിഥേയർക്കായി ഇറങ്ങിയത് എന്നത് തന്നെയാണ് ഇതിന് കാരണം. ടോട്ടൽ റൺസിലും സെഞ്ചുറിയിലുമെല്ലാം ഈ അന്തരം വ്യക്തമാകും. കിവീസ് താരങ്ങൾ നേടിയ ടോട്ടൽ റൺസ് 10,158 ആണെങ്കിൽ 3 മടങ്ങ് കൂടുതലാണ് ഇന്ത്യയുടേത്, 38,667 റൺസ്. 106 സെഞ്ചുറികളാണ് ഇന്ത്യൻ ബാറ്റർമാർ ഏകദിനത്തിൽ അടിച്ചെടുത്തത്. എന്നാൽ കിവീസിലേക്ക് വരുമ്പോൾ സെഞ്ചുറി നേട്ടം 20-ൽ മാത്രമായി നിൽക്കുന്നു. കണക്കിലെ കരുത്തല്ല, കളിക്കളത്തിലെ മികവാണ് പ്രധാനമെന്ന പാഠം കൂടിയാണ് ഈ സീരീസ് ഇന്ത്യക്ക് പകർന്നു നൽകുന്നത്. ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഫീൽഡിങ്ങിലും ആതിഥേയരുടെ പ്രശ്നങ്ങൾ തുറന്നു കാട്ടപ്പെട്ട 3 മത്സരങ്ങൾ. 37-ാം വയസ്സിലും കോഹ്ലിയാണ് ഇന്നും ഇന്ത്യക്ക് ആശ്രയമെന്ന് വീണ്ടും വീണ്ടും തെളിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ന്യൂസിലാൻഡ് ഉയർത്തിയ 338 റൺസ് വിജയലക്ഷ്യം ഇൻഡോറിലെ പിച്ചിൽ ഇന്ത്യയെ സംബന്ധിച്ച് റൺമലയൊന്നും ആയിരുന്നില്ല. എന്നാൽ 13-ാം ഓവറിൽ മത്സരമെത്തുമ്പോൾ 71-4 എന്ന നിലയിലേക്ക് ഇന്ത്യയെ തള്ളിയിടാൻ ന്യൂസിലാൻഡിനായി. രോഹിത് ശർമ്മ, ശുഭ്മൻ ഗിൽ, ശ്രേയസ് അയ്യർ, KL രാഹുൽ എന്നിവരെല്ലാം കൂടാരം കയറിയെങ്കിലും കോഹ്ലി ക്രീസിലുണ്ട് എന്നത് ഇന്ത്യൻ ആരാധകർക്ക് പ്രതീക്ഷ നൽകിയിരുന്നു. 5-ാം വിക്കറ്റിൽ നിതീഷ് കുമാറുമായി ചേർന്നുള്ള കൂട്ടുകെട്ട് ഇന്ത്യൻ പ്രതീക്ഷകൾക്ക് ചിറക് നൽകുന്നതായി. സ്കോർ 159-ൽ നിതീഷ് മടങ്ങിയെങ്കിലും കോഹ്ലിയുടെ ഇൻറ്റൻറ്റിൽ മാറ്റമൊന്നുമില്ലായിരുന്നു. ഇതിനിടെ അനാവശ്യ ഷോട്ട് കളിച്ച് രവീന്ദ്ര ജഡേജ പുറത്തായത് ഇന്ത്യക്ക് വലിയ നിരാശയായി. അവസാന തീപ്പൊരിയായി ഹർഷിത് റാണ നിറഞ്ഞാടിയെങ്കിലും ലക്ഷ്യത്തിലേക്കുള്ള പ്രയത്നത്തിനിടെ അവസാന നിമിഷം ഇന്ത്യക്ക് കാലിടറി. ഒടുവിൽ ക്രിസ്റ്റ്യൻ ക്ലാർക്കിൻ്റെ ഓവറിൽ ഡാരി മിച്ചലിന് ക്യാച്ച് നൽകി കോഹ്ലി മടങ്ങിയതോടെ ഇന്ത്യയുടെ അവസാന പ്രതീക്ഷയും പൊലിഞ്ഞു. പോയ 5 ഏകദിനങ്ങളിൽ നിന്ന് 1 വിക്കറ്റ് മാത്രമാണ് ജഡേജയുടെ സമ്പാദ്യം. ഈ സീരീസിൽ സംപൂജ്യൻ. 2020 ശേഷം ഏകദിനത്തിൽ ഒരു അർദ്ധ സെഞ്ചുറി പോലും ആ ബാറ്റിൽ നിന്ന് പറന്നിട്ടില്ല. അക്ഷർ പട്ടേൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ പുറത്തിരിക്കവെയാണ് ജഡ്ഡുവിന് വീണ്ടും വീണ്ടും അവസരം നൽകാൻ സെലക്ഷൻ കമ്മിറ്റി തയ്യാറായത്. സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായ കുൽദീപ് യാദവാണ് ഈ പരമ്പരയിൽ നേട്ടമുണ്ടാക്കാതെ പോയ മറ്റൊരു താരം. മറുഭാഗത്ത് കിവി സ്പിന്നർ ജെയ്സൺ ലെനോക്സ് ബ്രേക്ക് ത്രൂ വിക്കറ്റുകൾ എടുക്കുമ്പോൾ കുൽദീപിനെ പലപ്പോഴും കിവി ബാറ്റർമാർ ടാർഗറ്റ് ചെയ്യുകയായിരുന്നു. ഇന്നലത്തെ മാച്ചിൽ ബോളർമാരെ ഉപയോഗിക്കുന്നതിൽ ഗില്ലിന് തെറ്റുകയും ചെയ്തു. 37 ഓവർ പൂർത്തിയാകുമ്പോൾ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ കുൽദീപ് പൂർത്തിയാക്കിയത് വെറും 3 ഓവർ മാത്രമായിരുന്നു. ഒരു വേള 58-3 എന്ന നിലയിലായിരുന്ന കിവീസ് 277-4 എന്ന നിലയിലേക്ക് മുന്നേറിയതും മധ്യ ഓവറുകളിലെ ഇന്ത്യയുടെ ബൗളിംഗ് പരാജയമായാണ് വിലയിരുത്തുന്നത്. എക്കോണമിയിൽ പന്തെറിഞ്ഞ കുൽദീപിൻ്റെ സമീപകാലത്തെ ഏറ്റവും മോശം പ്രകടനം കൂടിയാണ് കിവി പരമ്പരയിൽ കണ്ടത്. പേസ് ബോളിങ്ങിൽ സിറാജ്, അർഷദീപ്, ഹർഷിത് ത്രയം ഭേദപ്പെട്ട പെർഫോമൻസാണ് പോയ മത്സരത്തിൽ പുറത്തെടുത്തത്. 3 വിക്കറ്റ് എടുത്തെങ്കിലും ഹർഷിത് റാണ 10 ഓവറിൽ 84 റൺസാണ് കൺസീഡ് ചെയ്തത്. ജസ്പ്രീത് ബുംറ എന്ന പ്രീമിയം പേസറുടെയും മുഹമ്മദ് ഷമി എന്ന വിക്കറ്റ് ടേക്കിംഗ് ബോളറുടെയും അഭാവം മത്സരത്തിൽ ഉടനീളം തെളിഞ്ഞു കാണാമായിരുന്നു. ബാറ്റിങ്ങിലും ബോളിങ്ങിലും പുറമെ ഫീൽഡിങ്ങിലും ഇന്ത്യ അമ്പയെ പരാജയമായിരുന്നു.
മത്സരശേഷം നടത്തിയ അഭിമുഖത്തിനിടെ സുനിൽ ഗവാസ്കർ ഇന്ത്യൻ ഫീൽഡിങ്ങിനെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തുന്നതോടൊപ്പം ഗ്രൗണ്ടിൽ താരങ്ങൾ ഒട്ടും ഇംപ്രസീവ് ആയിരുന്നില്ല. എന്നാൽ മറുഭാഗത്ത് ഗ്ലെൻ ഫിലിപ്സ് അടക്കമുള്ള കിവി ഫീൽഡർമാർ അവസരത്തിനൊത്ത് ഉയർന്നതാണ് കണ്ടത്. ഇന്ത്യക്ക് 15-20 റൺസ് വരെ കിവീസ് ഫീൽഡിംഗ് പെർഫോമൻസിൽ മാത്രം നഷ്ടമായി. ന്യൂസിലാൻഡിനെതിരെയും പതിവ് ഫോമിൽ വിരാട് കോഹ്ലി ബാറ്റ് വീശിയപ്പോൾ KL രാഹുലായിരുന്നു ഇന്ത്യൻ നിരയിൽ മികച്ചു നിന്ന മറ്റൊരാൾ. ഒന്ന് മിനുക്കിയെടുത്താൽ മികച്ചൊരു ഓൾറൗണ്ടറെ ഇന്ത്യക്ക് ലഭിക്കുമെന്ന് തെളിയിക്കുന്നതായിരുന്നു ഹർഷിത് റാണയുടെ ബാറ്റിംഗ് പെർഫോമൻസ്. അവസാന മാച്ചിൽ 50 അടിച്ച് നിതീഷ് കുമാർ റെഡ്ഡിയും ടീം തന്നിൽ അർപ്പിച്ച പ്രതീക്ഷ കാത്തു. ഇന്ത്യൻ മർദ്ദകൻ എന്ന ടാഗ് ലൈൻ ഒരിക്കൽ കൂടി അടിവരയിടുന്നതായിരുന്നു ഡാരിൽ മിച്ചലിൻ്റെ ബാറ്റിംഗ് പെർഫോമൻസ്. ഈ പരമ്പരയിൽ മാത്രം 2 സെഞ്ചുറിയും ഒരു 50യും അടക്കം 342 റൺസാണ് ഈ 34-കാരൻ അടിച്ചെടുത്തത്. ഇൻഡോറിൽ ബാറ്റിങ്ങിനിടെ പരിക്കേറ്റ് ബ്രിസ്വെൽ പുറത്തായപ്പോൾ ക്യാപ്റ്റൻ റോളിലും താരം അവസരത്തിനൊത്തുയർന്നു. മികച്ച സ്പിന്നർ കൂടിയായ കിവീസ് ക്യാപ്റ്റൻ്റെ അഭാവം ഗ്ലെൻ ഫിലിപ്സിനെ ഇറക്കി മറികടക്കാനും മിച്ചലിനായി. തലമുറ മാറ്റം ക്രിക്കറ്റിൽ ഒരു അനിവാര്യത തന്നെയാണ്. പക്ഷേ മുൻ തലമുറ സൃഷ്ടിച്ചെടുത്ത ലെഗസി നശിപ്പിച്ചുകൊണ്ടാവരുത് ഈ മാറ്റം. സമൂഹ മാധ്യമങ്ങളിൽ ഗൗതം ഗംഭീറിനെ വിമർശിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട ഒരു കമൻറ്റ് ഇങ്ങനെയായിരുന്നു: ജൂലൈയിൽ ഇംഗ്ലണ്ടിനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത ഏകദിന പരമ്പര. കിവീസിനെതിരെ തുറന്നുകാട്ടപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയം ഏറെയുണ്ട്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഏകദിന ലോകകപ്പ് ലക്ഷ്യമിടുന്ന ഇന്ത്യക്ക് മുന്നിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വേണ്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ.